ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് 2-3 ഓർഗൻസ മെറ്റീരിയലിൽ സാരിയിൽ എംബ്രോയിഡറി ചെയ്ത് കണ്ടു. ഈ ഓർഗൻസ മെറ്റീരിയൽ അല്ല സാരികളിലൊക്കെ ചുരിദാർ ആയിക്കോട്ടെ, അതല്ല സാരി ആയിക്കോട്ടെ, ഏതിലും ഓർഗൻസ മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നെങ്കിൽ അത് തന്നെ ഉടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സ്, പെയിന്റിങ്, ഫാബ്രിക് പെയിന്റിങ് നല്ല ഭംഗിയാണ് ഓർഗൻസ മെറ്റീരിയലിൽ ചെയ്ത. അതുപോലെ തന്നെ ഷാഡോ വർക്ക് നല്ല ഭംഗിയാണ്. അങ്ങനത്തെ ഷാഡോ വർക്ക്, പെയിന്റിങ് അതൊക്കെ ചെയ്താലാണ് ഓർഗൻസ മെറ്റീരിയൽ ഒരു നല്ലൊരു എലഗൻസ് കിട്ടുന്നത് അതിന്. അപ്പോൾ അങ്ങനത്തെ ഒരു സിൽക്ക് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഞാൻ കാണിക്കുന്നത്. സിൽക്ക് ഓർഗൻസ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ടെർക്കോയ്സ് ബ്ലൂവിൻ്റെ ലൈറ്റ് ടെർക്കോയ്സ് ബ്ലൂ എന്നൊക്കെ പറയാം. ഒരു നല്ലൊരു ഷെയ്ഡ് ബ്ലൂ ആണ്. അതിൻ്റെ അകത്ത് സിൽക്ക് ഓർഗൻസ മെറ്റീരിയലകത്ത് നമ്മൾ ഷാഡോ വർക്കാണ് ഫുൾ സാരിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഫുൾ സാരി എന്ന് പറഞ്ഞാൽ പ്ലീറ്റ്സിലും എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് ഫുൾ സാരിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു കസ്റ്റമർ എനിക്ക് അയച്ചു തന്നതാണ്, കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. അപ്പോൾ കസ്റ്റമർ പ്രോഡക്റ്റ് സിൽക്ക് ഓർഗൻസ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ എംബ്രോയിഡറി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എവിടുന്നാ മേടിച്ചേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ എൻക്വയറി ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇത് ഡൈ ചെയ്തെടുത്തതാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. കസ്റ്റമർ പറഞ്ഞിട്ട് അവർ ഡൈ ചെയ്ത് തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് കുഞ്ഞൊരു ഗോൾഡൻ സ്ട്രൈപ്പ് ആയിട്ട് ബോർഡറിൽ കൂടെ പോകുന്നുണ്ട് ഈ സിൽക്ക് ഓർഗൻസയിൽ. ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറി ഡിസൈനാണ്, കുഞ്ഞു കുഞ്ഞു ചെറി പാറ്റേൺസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫ്ലവേഴ്സിന് വൈറ്റ് ഫ്ലവറും കുഞ്ഞൊരു ഫ്രഞ്ച് നോട്ടുമാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ലീവ്സുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിക്കാനൊന്നും അധികം പറ്റില്ല. ഓരോന്ന് തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിടണം. ഇങ്ങനെയാണ് ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ നമ്മൾ സ്കാറ്റർ ചെയ്തിട്ട് ഫ്ലവേഴ്സും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെറീസും അതുപോലെ തന്നെ ഈ ബഞ്ചായിട്ടുള്ള ചെറീസും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വെച്ചേക്കുവാണ് ഈ മുന്താണിയിൽ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ സൈഡ് ബോർഡർ പോർഷനിൽ മാത്രമാണ് വർക്കുള്ളത്. ഇതുപോലെ ബോർഡറിൽ കൂടെ ഫുള്ളും ഇങ്ങനെ ഡിസൈൻ വെച്ചാൽ ഒരു വലിയ ബഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിംഗിൾ ചെറി, പിന്നെ ബഞ്ച്, പിന്നെ സിംഗിൾ, അങ്ങനെയാണ് നമ്മൾ ഫുൾ സാരിയും ചെയ്തിരിക്കുന്നത്. ബോർഡറിൽ കൂടെ അങ്ങനെ ഡിസൈൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ബോർഡർ ഇതുവരെ പോയിട്ട് ഫ്രണ്ടിൽ എത്തുമ്പോഴും ഇതുവരെ തന്നെയാണ്, ഫുൾ ബോർഡറും ഇതുവരെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഓർഗൻസയിൽ ഇങ്ങനെ ഈ ഒഴുകി കിടക്കുന്ന കാരണം ഉടുക്കാനും അതുപോലെ തന്നെ ഞെറിഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ വരയ്ക്കണമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ തെന്നി തെന്നി പോകും. അപ്പം ഈ ഒരു ഡിസൈൻ ഇതുപോലത്തെ 18 ഡിസൈനാണ്. ഈ വലിയ ഡിസൈൻസ് 18 എണ്ണമാണ് ഈ ഒരു സാരിയിലുള്ളത്. അതുപോലെ തന്നെ ചെറിയ ഡിസൈൻ 19 എണ്ണമാണ് ചെറിയ ഡിസൈൻ, ചെറിയ ഉള്ളത്. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ഡിസൈനാണ് നമ്മുടെ കാലിൻ്റെ പ്ലീറ്റ്സിൻ്റെ അവിടം വരെ ഇതുപോലെ ഡിസൈൻ വരും. പ്ലീറ്റ്സിൻ്റെ അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ നീളത്തിൽ വേണം എന്ന് കസ്റ്റമർ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ മെയിനിലോട്ട് നീണ്ടിരിക്കണം, എന്നാലാണ് പ്ലീറ്റ്സിൻ്റെ ഇടയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ബഞ്ചിനെ കുറച്ചും കൂടെ തണ്ടും കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സൊക്കെ കൂട്ടി നമ്മൾ നീളം കൂട്ടിയെടുത്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടം പ്ലീറ്റ്സ് മുഴുവൻ ഇങ്ങനത്തെ ഡിസൈനാണ്, നീളത്തിലുള്ള ഡിസൈനാണ്. ഇതുപോലത്തെ 7 ഡിസൈൻസ് ആണ് ബോട്ടം പ്ലീറ്റ്സിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ചസ് ഉണ്ട്. 7 ഇഞ്ചസിൽ കൂടുതലുണ്ട് ഈ ഒരു പാറ്റേണിന്. മറ്റേത് കുഞ്ഞത് ഒരു ഇത്രയല്ലേ ഉള്ളൂ, അതൊരു 3.5 to 4 ഇഞ്ചസ് ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരി ഫുള്ളും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതിൻ്റെ തന്നെ ഈ സെയിം കളർ ആയാലും ആണ് ഭംഗി, ഇട്ടാൽ കൂടുതൽ ഭംഗി കിട്ടുന്നത് ഈ സെയിം കളർ പാറ്റേണിലുള്ള ബ്ലൗസ് വെയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ തയ്ക്കണേ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞ് പാറ്റേൺ ആണ് ഞാനിന്ന് തയ്ച്ച് കാണിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പും ഞാൻ ഓർഗൻസയിൽ ഷാഡോ വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഡോ വർക്ക് ചെയ്യുമ്പം ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ സ്റ്റെം തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ലീഫിൻ്റെ ഷാഡോ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലീഫിൻ്റെ വെയിൻസ് തയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഷാഡോ വർക്കിൻ്റെ നൂലിൻ്റെ എന്ന് വെച്ചാൽ ക്രോസ് ബാക്കിൽ വരുന്ന നൂല് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ നേരത്ത് അതും കൂടെ കൂടിയെടുത്തിട്ട് തയ്ക്കും. അപ്പോൾ ഇവിടെ ഷാഡോ കാണത്തില്ല. എന്ന് വെച്ചാൽ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകുമ്പോൾ വൃത്തികേടാകും. ആദ്യം തന്നെ സ്റ്റെം തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഷാഡോ വർക്ക് നമ്മൾ ചെയ്യാനായിട്ട്.
അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അറിയില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെം നമുക്ക് തയ്ക്കാം. അപ്പോൾ ഞാൻ 2 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് ഇവിടുത്തെ ഇന്നത്തെ സാരിയിൽ നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ 2 സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ 2 സ്ട്രാൻഡ്സിൻ്റെ 228 കോഡ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലീഫും സ്റ്റെമ്മൊക്കെ തയ്ക്കുന്നത്. ആദ്യം തന്നെ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അത് എപ്പോഴും ത്രെഡ് ഒരു സൈഡിലോട്ട് തന്നെ, ഞാൻ പലരുടെയും സ്റ്റെം സ്റ്റിച്ച് കണ്ടിട്ടുണ്ട്, അത് സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. അതെന്ന് വെച്ചാൽ സ്റ്റെം നമ്മൾ എപ്പോഴും തയ്ക്കുമ്പോൾ ഈ ത്രെഡ് റൈറ്റ് സൈഡിൽ, നീഡിലിൻ്റെ റൈറ്റ് സൈഡിൽ വെക്കണം. അത് റൈറ്റിലും ലെഫ്റ്റിലും റൈറ്റിലും ലെഫ്റ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെം സ്റ്റിച്ചിന് ഫിനിഷിങ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വേഗം തന്നെ സ്റ്റെം തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ സിൽക്ക് ഓർഗൻസിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ തയ്ക്കുമ്പം ഒന്ന് വലിക്കുമ്പോൾ തന്നെ നമുക്കിത് ഇതുപോലെ വലിയുന്ന ഇത് കാണാം. കുഴപ്പമൊന്നുമില്ല, അത് കീറിപ്പോകുമെന്ന് ഓർത്ത് പേടിക്കേണ്ട. അത് ആ ഒരു മെറ്റീരിയലായതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു എല്ലാവർക്കും ഒരു വരുന്ന ഡൗട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സിൽക്ക് ഓർഗൻസ മെറ്റീരിയൽ വളരെ ട്രാൻസ്പെറൻറ്റുമാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫ്രെയിം ഇടുമ്പം എല്ലാവർക്കും പിഞ്ചിപ്പോകുന്ന ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെയ്യാൻ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് സോഫ്റ്റായിട്ടുള്ള ആ തുണിയോ അതല്ലെങ്കിൽ സെലോ ടേപ്പോ ഒട്ടിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇൻ കേസ് പിഞ്ചി പോയാൽ തന്നെ അതിനെന്താ സൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ച് എന്നോട് യൂട്യൂബിലോ അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് അയക്കാറുമുണ്ട്. പിഞ്ചി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഒന്നൊന്ന് തിരിച്ചൊന്ന് വലിച്ചിട്ട് അതുപോലെ അയൺ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞല്ലോ, ഇനി ലീഫാണ് തയ്ക്കുന്നത്. ലീഫിൽ ഷാഡോ വർക്കാണ്. ഇത് ഫുൾ ഷാഡോ വർക്കിലാണ് നമ്മുടെ ഈ ഒരു ഫുൾ പാറ്റേൺ പോണത്. അപ്പോൾ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പം മേളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലീഫിൻ്റെ. അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ, ഇതും 2 സ്റ്റാൻഡ്സിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഇത് ഇവിടുന്ന് കുറച്ച് മുന്നിൽ നിന്ന് എടുത്തിട്ട് താഴത്തോട്ട് വെച്ചു. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ കുറച്ച് മുന്നിലോട്ട് എടുത്തിട്ട് ടിപ്പിൽ എവിടെ പുറകിലോട്ട് നമ്മൾ താത്തുകയാണ്. പിന്നെയും ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഫ്രണ്ടിൽ ഇതുപോലെ വേണം ഷാഡോ വർക്ക് ചെയ്യാൻ. അത് ആ ലൈനിൽ കൂടെ തന്നെ പോവുക, സിഗ്സാഗ് ആയിട്ട് പോകരുത്. ആ കണ്ടിന്യൂഷനിൽ തന്നെ പോയില്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പം കണ്ണിന് ഇച്ചിരി സ്ട്രെയിൻ ഉള്ള വർക്കാണ് ഷാഡോ വർക്ക്. ആ സെയിം പോയിൻ്റിൽ തന്നെ താത്തുക, എന്നാലാണ് ഭംഗി കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ ഷാഡോ വർക്ക് യൂസ് ചെയ്തിട്ട് ലീഫ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് സൈഡ് എങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എന്നുള്ള പലർക്കും ഉള്ള ഡൗട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നോട്ട് ഇടുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം ഷാഡോ വർക്കാണ്, തിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ക്ലോത്തായിട്ട് എടുക്കുന്നില്ല. ഈ വർക്ക് ചെയ്ത ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ഈ ലൂപ്പിൽ കൂടെ ഒന്നുകൂടെ നീഡിൽ പാസ് ചെയ്യണം. എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ വെറുതെ പിടിച്ച് വലിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ഫിംഗർ വെച്ച് നമ്മുടെ നെയിൽ വെച്ച് താത്തിയിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പം നമ്മുടെ തുണിക്ക് അധികം കേടുവരില്ല. അല്ലെങ്കിൽ വെറുതെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ തുണി ചിലപ്പം അവിടുന്ന് പിഞ്ചി പോരാൻ ചാൻസ് ഉണ്ട്. കട്ടി കുറഞ്ഞ തുണി അല്ലെങ്കിൽ ഓർഗൻഡി മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ പിഞ്ചി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു നോട്ട്, ഒന്നുകൂടെ ഇതുപോലെ തന്നെ ഒരു നോട്ട് എടുക്കുക. നോട്ട് എടുക്കുമ്പോൾ ഒത്തിരി ത്രെഡ് ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ടുവരരുത്. അങ്ങനെ എടുത്താന്ന് വെച്ചാൽ നമ്മൾ നോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അടുപ്പിച്ച് വരും, ഈ ത്രെഡെല്ലാം കൂടെ അടുപ്പിച്ച് വരും. അപ്പോൾ പിന്നെ ഷാഡോ അതിൻ്റെ കാണാനുണ്ടാവില്ല. മറു സൈഡിൽ നമ്മൾ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ഷാഡോ കാണത്തില്ല. അപ്പോൾ അതൊരു വൃത്തികേടാകും. അതുകൊണ്ട് കുറച്ച് താഴത്തുള്ള 2 ത്രെഡിൻ്റെ മാത്രം അടിയിൽ കൂടെ എടുത്ത് ഇതുപോലെ നോട്ടിട്ടിട്ട് നല്ലോണം വലിക്കുക. നീൽസ് താത്തി വെച്ചിട്ട് ത്രെഡിൽ ഉടക്കി വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം വലിക്കുക. എന്നിട്ട് ഒത്തിരി നീളത്തിൽ വെക്കരുത്, അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്യുകയും ചെയ്യുക.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സൈഡിലുള്ള കുഞ്ഞ് പെറ്റൽ ഫ്ലവർ, സ്മോൾ ഫ്ലവറാണ് ചെയ്യുന്നത്. അത് വൈറ്റ് ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത്. നടുക്ക് യെല്ലോ കളർ വെച്ചിട്ട് ഒരു ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്യുന്നത്. ആ ഫ്രഞ്ച് നോട്ട് നമ്മൾ 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ബാക്കിയെല്ലാം 2 സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ ഇതും ഷാഡോ വർക്ക് കുഞ്ഞ് 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെറ്റലിൻ്റെ സെൻറ്റർ താഴത്തെ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇവിടെ നിന്നായാലും സ്റ്റാർട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ ലീഫ് ചെയ്ത പോലെ തന്നെ ഷാഡോ വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഷാഡോ വർക്ക് ചെയ്യുമ്പം ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചിക്കൻ കാരി വർക്കും ഷാഡോ വർക്കും എന്താണ് വ്യത്യാസം? ചിക്കൻ കാരി വർക്കും ഇതുമായിട്ട്, ചിക്കൻ കാരി വർക്ക് യൂഷ്വലി നമ്മൾ ചെയ്യുമ്പം നല്ല കട്ടിയുള്ള നൂലായിരിക്കും എടുക്കുന്നത്, നല്ല തിക്കായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത്ര അടുപ്പിച്ചടുപ്പിച്ചും അല്ല, നല്ല അകത്തി ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ അടുക്കും തോറും ക്രോസ് നമ്മൾ കാണുന്നത് വളരെ കുറവായിട്ടായിരിക്കും. അപ്പോൾ അകത്തി ആകുമ്പോൾ നല്ലോണം ക്രോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായിരിക്കും കുറച്ച് ഡിഫറൻസ് ഉള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സ്ട്രോബെറി സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇങ്ങനെ എടുത്തിട്ട് ഈ ടിപ്പ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പം ലീഫിൻ്റെ താഴെ സ്ട്രോബെറിയുടെ കുറച്ച് പോർഷനായിരിക്കും കാണുന്നുള്ളൂ ഷാഡോ അതിൻ്റെ വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കണം. ഇപ്പം നോക്കിയോ, ലീഫിൻ്റെ ഇവിടെ മുതലാണ് നമുക്ക് ഷാഡോ കാണുന്നത് അല്ലേ, അതിൻ്റെ മേളിലോട്ട് ഷാഡോ വരുന്നില്ല. അതിപ്പോൾ കാണുന്നത് നമുക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ല. അവിടെ മുതൽ ഷാഡോ അവിടെ മുതൽ കാണുന്നത് വൃത്തികേടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഷാഡോ വർക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ ആദ്യം ഇത് ഷാഡോ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. ഇവിടെ ഇങ്ങനത്തെ ഇതുള്ളത് കൊണ്ട് ഷാഡോ വർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സാറ്റിൻ സ്റ്റിച്ചും എല്ലാം ചെയ്ത് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ ഇത് ഷാഡോ വർക്ക് ചെയ്യുക. അങ്ങനെ ആയാലും ചെയ്താൽ മതി. പിന്നെ സിമ്പിളായിട്ട് അത് സ്റ്റെം സ്റ്റിച്ചിൽ തന്നെ ചെയ്തേക്കുവാണ്. എനിക്ക് വലിയ വൃത്തികേടായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ തയ്ച്ചെടുത്ത ഷാഡോ വർക്കും ഫ്രഞ്ച് നോട്ടും എല്ലാം സ്റ്റെം സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തെടുത്ത ചെറി ഡിസൈനാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ക്ലോസപ്പായിട്ട് നമുക്ക് ശരിക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ ഷാഡോ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വൃത്തിയോടൊന്നും തോന്നുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് ക്രോസ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് വരുന്നത്.